കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷം. രാത്രിയിൽ കൃഷിയിടങ്ങളിലെത്തിയ ആനകൾ വ്യാപക നാശമാണ് വരുത്തിയിട്ടുള്ളത്. വാഴയും പൈനാപ്പിളും വൻതോതിൽ നശിപ്പിക്കപ്പെട്ടതായി കർഷകർ പറഞ്ഞു. പുരയിടങ്ങളിലെ പ്ലാവുകളും ചക്കയും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. കോട്ടപ്പടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂവക്കണ്ടം ഭാഗത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായ നാശം വിതച്ചു. ഈ കഴിഞ്ഞ രാത്രിയിൽ കൃഷിയിടങ്ങളിലെത്തിയ ആനക്കൂട്ടം വാഴയും പൈനാപ്പിളും അടക്കമുള്ള വിളകൾ നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. 6 ഏക്കറോളമുള്ള വാഴകൃഷിയാണ് നശിപ്പിച്ചിട്ടുള്ളത്. 500ഓളം ചക്കയും പ്ലാവും നാശോന്മുഖമായി. 18 ഏക്കറോളം വരുന്ന പൈനാപ്പിൾ കൃഷിത്തോട്ടവും ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. മനോജ് മാവറയിൽ എന്ന കർഷകന്റെ ഈ കൃഷിയിടത്തിൽ ആനകൾ വരുത്തിയിട്ടുള്ള നാശനഷ്ടം വളരെ വലുതാണ്. എന്റെ ഒരു 600 വാഴ വെച്ചിരിക്കുന്നതിൽ ഒരു 200 വാഴയോളം ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ആന വന്ന് നശിപ്പിച്ചു. അതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് വന്ന് കയറിയതാണ്. അവിടെ നട്ടിരുന്ന പ്ലാവിൽ കുറേ ചക്ക ആദ്യം വിറ്റിരുന്നു. ഇപ്പോൾ ഒരു 500 ചക്കയെങ്കിലും ഉണ്ടായിരുന്നു. അത് 40 രൂപ 50 രൂപ എനിക്കൊരു ചക്കയ്ക്ക് വില കിട്ടുന്നതാണ്. ആ നഷ്ടം വന്നിട്ടുണ്ട്. വാഴ കൊലച്ച് തുടങ്ങിയ വാഴയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പൈനാപ്പിൾ അടുത്ത ഏപ്രിൽ മാസത്തിൽ വെട്ടാൻ ഭാഗത്തിന് നിൽക്കുന്ന പൈനാപ്പിളാണ് പോയിരിക്കുന്നത്. ഒരു 10-200 മീറ്ററെങ്കിലും ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. കയ്യാല ഒരു 100 സ്ക്വയർ മീറ്റർ കൂടുതൽ കളഞ്ഞിട്ടുണ്ടാവണം. മെഷർ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടമാണ് എനിക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു വർഷത്തെ കഠിനാധ്വാനം ചെയ്താലാണ് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഈ കൂലിച്ചെലവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് നിസ്സാര തുകയാണ്. ഇപ്പോൾ തന്നെ ഒരു വാഴയ്ക്ക് 200 രൂപയിൽ മുകളിൽ 250 രൂപയുടെ അടുത്ത് മുടക്ക് വന്നിട്ടുണ്ട് കൊലയ്ക്കാറായപ്പോഴത്തേക്കും. അതിൽ ഫോറസ്റ്റുകാരുടെ ഇതിനകത്ത് തരാൻ പോകുന്നത് 150 രൂപയാണ് മാക്സിമം കിട്ടുകയുള്ളൂ. ഫെൻസിംഗ്, കയ്യാലകൾ എന്നിവയടക്കം നശിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി റോബിൻ പടിഞ്ഞാറേക്കൂറ്റ്, കൃഷി ഓഫീസർ ജിജി, കൃഷി അസിസ്റ്റന്റ് നിഷാദ്, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൃഷിയെയും കൃഷിക്കാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് സർക്കാർ പറയുമ്പോഴും കൃഷിക്കാർക്ക് വേണ്ടിയും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും സർക്കാർ കാര്യക്ഷമമായിട്ടൊന്നും ചെയ്യുന്നില്ല. വന്യജീവികൾ ഈ കൃഷി മേഖലകളിൽ അഴിഞ്ഞാടി ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തുമ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സർക്കാരിന് കഴിയുന്നില്ല. കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്ത അപേക്ഷകൾക്കുള്ള ഒരു പരിഹാരം പോലും, അതിനുള്ള റെമ്യൂണറേഷൻ പോലും കൊടുക്കാനായിട്ട് വനം വകുപ്പിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിരിക്കും നമ്മൾ കണ്ടു. ശരിക്കും കൃഷി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇതിന് നഷ്ടം എടുപ്പിച്ചിട്ട് അതിന് ആനുപാതികമായ പരിഹാരം കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. വനാതിർത്തിയിൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഇടപെടൽ വരുത്തി അതിനെ ഈ വന്യജീവികളുടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സർക്കാരിന് വലിയ ബാധ്യതയുണ്ട്. കർഷകരോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. കൃഷിനാശം സംഭവിച്ച കർഷകന് നഷ്ടപരിഹാരം നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്താണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് വാഴ, അതോടൊപ്പം പൈനാപ്പിള്, പ്ലാവ്, എന്താ പറയേണ്ടതല്ല, എല്ലാ കൊക്കോ, എല്ലാ സൈസ് കൃഷികളുമുള്ള ഒരു സ്ഥലമാണ്. അതിൽ നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ദുഃഖം തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യാത്ത സ്ഥലത്തെ പോലെ ആക്കി ഒരുക്കിയിടുന്ന രീതിയിലേക്ക് വാഴയെല്ലാം ചവിട്ടിക്കൂട്ടി എല്ലാം കളഞ്ഞ് കൊല വന്നതും വരാനിരിക്കുന്നതും അല്ല പിണ്ടിയാണ് സാധാരണ ആന കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണോ എന്ന് വിചാരിക്കുമ്പോൾ അതെല്ലാം ചവിട്ടിക്കൂട്ടി കളഞ്ഞിരിക്കുകയാണ്. പ്ലാവ് ഒന്നുമില്ല, പ്ലാവിലെ ചക്കയും പ്ലാവും ഒക്കെ ഒടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പറമ്പിലേക്ക് കയറി പണിയെടുക്കുന്ന ഒരാൾക്ക് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സങ്കടം തോന്നുന്ന രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവം വലിയ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ നമുക്കിതിനെ ഈ നഷ്ടം പരിശോധിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ശരിക്കും പറയുന്ന നഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു തുക കിട്ടുന്ന രീതിയിൽ നടക്കുന്നില്ല. അതിനൊരു മാറ്റം വരുത്തി അത് ഏത് രീതിയിലാണോ കൃഷിഭവനിലൂടെയും കൃഷി ഓഫീസറുടെ കെയർ ഓഫിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് ആ നഷ്ടത്തിന് ഒരു 100 രൂപ നഷ്ടപ്പെട്ട ഒരു 75 രൂപയെങ്കിലും കിട്ടുന്ന രീതിയിലേക്കെങ്കിലും മാറുന്ന ഒരു രീതിയിലേക്ക് മാറണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മീഡിയ 60 കോതമംഗലം.